യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി പ്ലസ് ഈ പേഴ്സൻ്റെ ലവ് മെസ്സേജസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏഞ്ചൽസിന്റെ വളരെയധികം സപ്പോർട്ട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഏഞ്ചലിക് ആയിട്ടുള്ള അഫർമേഷൻസോ അല്ലെങ്കിൽ പ്രയേഴ്സോ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. കാരണം ഈ പേഴ്സണ് കാരണം ഏഞ്ചൽ ഓഫ് ദി സ്ട്രെങ്ത് ആണ്. തീർച്ചയായിട്ടും ഏഞ്ചൽസിന്റെ വളരെയധികം സപ്പോർട്ട് ഉള്ളതായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടോ യൂണിവേഴ്സിന്റെ നല്ല രീതിയിലുള്ള ഹെൽപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരമാണോ തേടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ കൺമുന്നിൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഈ റീഡിങ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവുകളിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന എന്തെങ്കിലും അടയാളങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ വളരെയധികം സപ്പോർട്ട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ പ്രകാരം കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഏതോ ദൂര സ്ഥലത്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദൂര സ്ഥലത്ത് എന്ന് പറയുന്നത് മേ ബി ഒരു അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റിലായിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാര്യമായിട്ട് എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടോ അങ്ങനെ പേഴ്സണൽ പരമായിട്ട്, അതായത് വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തി വളരെയധികം ബിസി ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ നല്ല രീതിയിൽ ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെ പരിഗണിക്കാതെ, നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പേഴ്സൺ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്ന ആ ഒരു വാക്ക്, അല്ലെങ്കിൽ ആദ്യം തന്ന ആ ഒരു പ്രതീക്ഷകൾ, അത് ഈ പേഴ്സണ് മേ ബി സാധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാം. സോ ആ തടസ്സങ്ങളെല്ലാം ഈ വ്യക്തി മാറ്റിയെടുക്കാനും ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുന്നത് നല്ലൊരു ജോലി കിട്ടുമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ വേണ്ടത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കരിയർ പരമായിട്ട് ഈ പേഴ്സൺ വിചാരിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന് എത്തിപ്പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗവും കൂടിയായിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ, കാരണം നിങ്ങളുടെ സൗന്ദര്യമായിരിക്കാം, നിങ്ങളുടെ സംസാര രീതി ആയിരിക്കാം, നിങ്ങളുടെ സൗന്ദര്യം, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ പേഴ്സണെ, ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു എനർജി ഇവിടെ ഉണ്ട്. ഓക്കെ, അത് ഭയങ്കര പാഷനായിട്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നത്. അപ്പോൾ മേ ബി ഒരുപാട് പ്രപ്പോസൽസ് ഈ വ്യക്തിക്ക് വേറെ വരുന്നുണ്ടാകാം, വേറെ കമ്മിറ്റ്മെന്റ്സ് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് വരുന്നുണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും ഈ പേഴ്സൺ പോകാതെ തീർത്തും നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ അത് തീർത്തും നിങ്ങളുടെ ആ ഒരു വിജയം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഈ പേഴ്സൺ, അതായത് നിങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ ഒരു റിഫ്രഷ്മെന്റ് ആണ് വരുന്നത്. റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ ഒരു പരിപൂർണത എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു പൂർണ്ണത, ഒരു കംപ്ലീറ്റ്നെസ്, അതാണ് ഈ വ്യക്തിയെ തേടി വരുന്നത്, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്നത്. അപ്പൊ തീർത്തും നിങ്ങളോടുള്ള സ്നേഹം എവിടെയും ഈ വ്യക്തിക്ക് പോയിട്ടില്ല, എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ തീർത്തും എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിയുടേതായിട്ടുള്ള ചില പേഴ്സണൽ കാര്യങ്ങളിൽ ഈ വ്യക്തി
തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ആ തടസ്സങ്ങളെല്ലാം മാറ്റി ഈ വ്യക്തി വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളും സക്സസ് ആയതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് മേ ബി ഒരു പരീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഈ വ്യക്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പരീക്ഷ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതിൽ എന്തൊക്കെയോ ഈ പേഴ്സന് വിജയം ലഭിച്ചിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ആയിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു. ഒരു 100%, ഒരു 80% അല്ലെങ്കിൽ ഒരു 85% ഇവിടെ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ പോലും ഈ പേഴ്സണോട് പലതവണ ചോദിച്ചിട്ടുണ്ടാകാം, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണോ, ഇതിന്റെ അവസാനം എന്താണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, എന്താണൊന്നും മിണ്ടാത്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. പക്ഷെ അന്നേരത്തൊന്നും ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടോ ഒരു അഭിപ്രായം പറയുന്നതായിട്ടോ കാണിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തക്കതായ എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. സമൂഹത്തിലൊക്കെ എന്തോ ഈ പേഴ്സൺ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരു അഭിമാനം, സന്തോഷം, കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളോടുള്ള പാഷൻ, നിങ്ങളോടുള്ള അട്രാക്ഷൻ, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഡെഡിക്കേഷൻ, ഇതും ഈ പേഴ്സൺ വിട്ടുകളയുന്നില്ല. ഇതിനോടും ഈ വ്യക്തിക്ക് വളരെയധികം എന്താ പറയാ, വളരെയധികം ഇന്റിമസിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ യെസ്, ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ പേഴ്സൺ ദൂരേക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി ഞാൻ ഓടുന്നില്ല, ഞാൻ ഈ ഓട്ടം മതിയാക്കി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതിനർത്ഥം എന്താണ്? നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന രീതി ഈ പേഴ്സൺ നിർത്തി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോൾഡിംഗ് ബാക്ക് ആണ്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ. ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഇത്രയും ഈ വ്യക്തിനെ സ്നേഹിക്കുകയും ഈ വ്യക്തിക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും ഈ വ്യക്തി അത്രയും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തന്നില്ല എന്നുള്ള ആ ഒരു നഗ്നമായ സത്യം ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റുകൾ. ഒരു കാര്യവും തുറന്നു പറയില്ല, തർപ്പിച്ച് പറയില്ല, കൃത്യമായിട്ട് പറയില്ല. അപ്പൊ അതൊക്കെ ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ കുറവുകളെല്ലാം നികത്താനും കൂടിയുള്ള ഒരു രീതിയിലും കൂടിയാണ് ഈ പേഴ്സന്റെ എനർജി നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർത്തും ഒരു റിയൂണിയൻ ഒക്കെ പോസിബിൾ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടിരിക്കാം. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.